ഹായ് ഗൈസ്, നമുക്കിന്ന് വീട്ടുപറമ്പിലുണ്ടായ പീച്ചിങ്ങ, നമ്മൾ കണ്ണൂരുകാർ പൊട്ടിക്കായ എന്ന് പറയും. പൊട്ടിക്ക വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാം. ഓക്കെ, ചെറുതായി അരിഞ്ഞു വെച്ച പൊട്ടിക്ക പീച്ചിങ്ങ, പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ ചെറുതായി അരിഞ്ഞു വെച്ച സവാള, കറിവേപ്പില, പിന്നെ 5-8 കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്, തിരുമ്മിയ തേങ്ങയും. ഫ്രൈ പാനിൽ ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ചൂടായ എണ്ണയിൽ സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിക്കുന്നതിന് നല്ലതായിരിക്കും. 1 സ്പൂൺ മഞ്ഞളും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പം നമുക്ക് നമ്മുടെ പീച്ചിങ്ങ അരിഞ്ഞിട്ടതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബ്രൗൺ നിറം ആവണ്ട, നന്നായിട്ട് വഴന്നാൽ മാത്രം മതി. 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിയോടൊപ്പം ഉള്ളി നല്ലതായിട്ട് മൊരിഞ്ഞ് വരാൻ ഇത് നല്ലതാണ്. പീച്ചിങ്ങ നമ്മളെ സവാള വഴണ്ട് വന്നപ്പോഴേ ഇട്ടു. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അങ്ങനെ ഗൈസ്, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാം.